ലക്ഷ്മിക്കുട്ടിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പെരിഞ്ജീരകം കൊണ്ടുള്ള സോപ്പാണ് കേട്ടോ. പെരിഞ്ജീരകം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചൂടുകുരു, കരിവാളിപ്പ്, മുഖക്കുരു എന്നിവയെല്ലാം മാറ്റി നല്ല തിളക്കമുള്ളതാക്കി മാറ്റാൻ സഹായിക്കുന്നു. നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ സോപ്പിൽ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി നമ്മുടെ സ്കിന്നിനെ നന്നായി വെളുക്കാൻ സഹായിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ കുറച്ച് പെരിഞ്ജീരകം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് വരട്ടെ. പെരിഞ്ജീരകം നന്നായിട്ട് പൊടിച്ചിട്ട് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഞാൻ 1 സ്പൂണാണ് കേട്ടോ ഇടണേ. അടുത്തതായിട്ട് സോപ്പ് ബേസ് ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കട്ടെ. മെൽറ്റായിട്ടോ ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നിറം വയ്ക്കാൻ അടിപൊളിയാട്ടോ അരിപ്പൊടി. ഇപ്പോൾ എല്ലാവരും ഫേഷ്യലായിട്ട് അരിപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. മുഖത്തെ പാടുകളൊക്കെ മാറ്റി നന്നായിട്ട് വെളുക്കാൻ അരിപ്പൊടി സഹായിക്കുന്നു. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് പൊടിച്ചു വെച്ച പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ ചേരുവ ചേർക്കുമ്പോഴും നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ക്യാപ്സ്യൂൾ മതിയാകും. അടുത്തതായിട്ട് ഇതിലേക്ക് റോസിൻ്റെ എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലിസറിനുള്ള സോപ്പ് ബേസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാഞ്ഞേ. ഗ്ലിസറിൻ ഇല്ലാത്ത സോപ്പ് ബേസ് ആണെങ്കിൽ ഉറപ്പായും ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. സംഭവമായിട്ടോ ഞാൻ ഇതിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. ഒരു ഭംഗിക്കായിട്ട് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒഴിച്ചു കൊടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ കളറ് കണ്ടോ? സോപ്പിനൊരു നല്ല കളറല്ലേ. ഞാനിത് മൊത്തം ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി ഇതൊന്ന് സെറ്റാകട്ടെ. ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് സോപ്പ് സെറ്റാകും. ഫ്രീസറിൽ വെച്ച സോപ്പ് പെട്ടെന്ന് സെറ്റാകും. വേണ്ട, പുറത്തിരുന്ന് സെറ്റാകുന്നതാണ് നല്ലത്. ആ മല്ലികക്ക പോവാണോ? ആ സെറ്റായിട്ടോ. നമുക്ക് നോക്കാം. ആഹാ, അടിപൊളി, നന്നായിട്ടുണ്ടല്ലേ. ഞാൻ ഈ സോപ്പിനെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സംഭവം അടിപൊളിയാട്ടോ. നമ്മൾ സോപ്പ് തേക്കുമ്പോൾ തെന്നി താഴോട്ട് വീഴത്തുമില്ല. പിന്നെ ഇത് സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിങ്ങനെ സൈഡ് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ സോപ്പിന് ഒരു അടിപൊളി ഡ്രസ്സ് ഇട്ട് കൊടുത്തു അല്ലേ. ഇനി ഈ സോപ്പ് പതയുന്നുണ്ടോ എന്ന് നോക്കാം. സോപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ, ഒന്ന് നനയട്ടെ.
ആ, പതയുന്നുണ്ട് പതയുന്നുണ്ട്. കണ്ടോ, നല്ല പതയല്ലേ? സംഭവം അടിപൊളിയാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഒന്ന് മുക്കി കുളിപ്പിച്ചെടുത്ത് വയ്ക്കട്ടെ. ശരി, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. രാമു എന്നാ അങ്ങോട്ട് വാ, അപ്പുറം. എന്താ